السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേര് പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ സംബന്ധിച്ചാണ് നാം വിശുദ്ധ ഖുർആനിലൂടെ ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ ഒരു പഠനം നാം ഓരോരുത്തരും നടത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അടുത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള മൃഗം ഖിൻസീർ അഥവാ പന്നിയാണ്. ഐനുൻ നജസാണ്, അഥവാ ഒരിക്കലും ശുദ്ധീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരു നജസ് വിഭാഗത്തിൽപ്പെട്ട മുഗല്ലദ് എന്നാണ് അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഏറ്റവും കഠിനമായ നജസ്. ആ നജസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് പന്നി. ആ പന്നി എന്ന് പറയുന്നത് ഖിൻസീർ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരാമർശിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അൻആം, സൂറത്തുൽ നഹ്ൽ 4 അധ്യായങ്ങളിലായി 5 സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ 2 സ്ഥലങ്ങളിലും, ബാക്കി ബഖറയിലും അൻആമിലും നഹ്ലിലും ഓരോ പ്രാവശ്യവും അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഒരു മൃഗമാണ് പന്നി. അത് മുഗല്ലദായ ഏറ്റവും കഠോരമായ നജസ്സുകളിൽപ്പെട്ട ഒരു നജസാണ്, ഒരു ജീവിയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ പേരു പറഞ്ഞ മറ്റൊരു ജീവിയാണ്, മറ്റൊരു മൃഗമാണ് ബിഗാൽ എന്ന് പറയുന്ന കോവർ കഴുത. കോവർ കഴുത എന്ന് മലയാളത്തിലും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ബിഗാൽ എന്നും പറയുന്ന ആ ഒരു മൃഗത്തെ സംബന്ധിച്ച് സൂറത്തുൻ നഹ്ൽ 8-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ലോകത്ത് പരിചയപ്പെടുത്തുന്ന മൃഗങ്ങളും അതുപോലെ മറ്റ് ജീവികളെയും പക്ഷികളെയും പറവകളെയും ഇഴജന്തുക്കളെയും ഒക്കെ പരിചയപ്പെടാനും പഠിക്കാനും അത് ഖുർആൻ എന്തിനു കൊണ്ടുവന്നു എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.